പലർക്കുള്ളൊരു തെറ്റിദ്ധാരണയാണ് തല കുളിക്കുന്നത് കൊണ്ടാണ് മുടി കൊഴിച്ചിൽ കൂടുന്നതെന്ന്. ശരിക്കും തലകുളിയും മുടി കൊഴിച്ചിലായിട്ട് യാതൊരു ഡയറക്റ്റ് കണക്ഷൻസും ഇല്ല. നോർമലി ഒരു മനുഷ്യന്റെ തലയിൽ നിന്നും 50 മുതൽ 100 മുടി വരെ ഡെയിലി കൊഴിഞ്ഞു പോകാറുണ്ട്. നമ്മൾ കുളിക്കുന്ന സമയത്തും അല്ലെങ്കിൽ മുടി ചീകുന്ന സമയത്തും ഒക്കെ ഈ ഓൾറെഡി കൊഴിഞ്ഞിരിക്കുന്ന മുടി തന്നെയാണ് നിലത്ത് വീഴുന്നതും അല്ലെങ്കിൽ നമ്മുടെ ചീപ്പിലേക്ക് വരുന്നതും ഒക്കെ. നമ്മളിത് കാണുമ്പോഴത്തേക്കും തല കുളിക്കുന്നത് കൊണ്ടാണ് മുടി കൂടുതലായിട്ട് കൊഴിയുന്നതെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ്. ഗൾഫ് കൺട്രീസിൽ നിൽക്കുന്നവർക്കും സിറ്റി ഏരിയയിൽ നിൽക്കുന്നവർക്കും അതുപോലെ കുഴൽ കിണറിലെ വെള്ളം ഉപയോഗിക്കുന്നവർക്കും ഒക്കെ ആ വെള്ളം കൊണ്ട് മുടി കൊഴിച്ചിലുണ്ടാവാറുണ്ട്. കാരണം ആ വെള്ളത്തിൽ ക്ലോറിൻ, മഗ്നീഷ്യം, കാൽഷ്യം പോലുള്ള മിനറൽ കണ്ടന്റ് കൂടുതലായതുകൊണ്ടാണ്. അങ്ങനെയുള്ളവർ വാട്ടർ ഫിൽറ്റർ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. വാട്ടർ ഫിൽറ്റർ വെച്ച് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഈ മുടി കൊഴിച്ചിലിന്റെ ഫ്രീക്വൻസി കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ഒരുപാട് നാൾ കുളിക്കാതിരിക്കുന്നതും അതുപോലെ സ്കാൽപ്പ് ഹൈജീൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുന്നതും മുടി കൊഴിച്ചിൽ കൂട്ടത്തേ ഉള്ളൂ. കാരണം നമ്മുടെ സ്കാൽപ്പിൽ ഓയിലും സ്വെറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഓയിലും സ്വെറ്റും പുറത്തുനിന്നുള്ള പൊടിയുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നമുക്ക് ഫംഗൽ ഗ്രോത്ത് ഉണ്ടാകാം, ഇൻഫെക്ഷൻസ് ഉണ്ടാകാം, അതുപോലെ നമ്മുടെ ഹെയർ റൂട്ട് നശിച്ചു പോകാനും ഒക്കെ ഇത് കാരണമാകാം. ഇതുവഴി നമ്മുടെ ഹെയർ നശിക്കാനും അതുപോലെ ഹെയർ ഫോൾ കൂടാനും ഒക്കെ കാരണമാകും. നമ്മൾ എങ്ങനെ കുളിക്കുന്നോ അത് കുളിക്കുന്നതിന്റെ ഫ്രീക്വൻസിയെക്കാളും നമ്മൾ എങ്ങനെയാണ് കുളിക്കുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഒരുപാട് ഹാർഷ് ആയിട്ടുള്ള ടവൽ യൂസ് ചെയ്യുക, ഹാർഷായിട്ട് മസാജ് ചെയ്യുക, അതുപോലെ ഒരുപാട് ചൂടുവെള്ളത്തിൽ കുളിക്കുക, ഒരുപാട് സൾഫേറ്റ് അടങ്ങിയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യുക. ഇതെല്ലാം നമ്മുടെ മുടിയെ നശിപ്പിക്കാനും ഹെയർ ഫോളോ കൂട്ടാനും കാരണമാകുന്നു. പകരം സോഫ്റ്റ് ആയിട്ടുള്ള ടവൽ യൂസ് ചെയ്യുക, ഹാർഷായിട്ട് മസാജ് ചെയ്യുന്നതിന് സോഫ്റ്റ് മസാജ് ചെയ്യുക, ഒരുപാട് ചൂടുവെള്ളം ഉപയോഗിക്കാതിരിക്കുക, അതുപോലെ സൾഫേറ്റ് കുറഞ്ഞിട്ടുള്ള മൈൽഡ് ഷാമ്പൂസ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്കാൽപ്പ് ഹൈജീൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഇതെല്ലാം ചെയ്യുന്നുണ്ട്, സ്കാൽപ്പ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, എന്നിട്ടും ഡെയിലി 100 ഫോളിക്കിളിൽ കൂടുതൽ മുടി കൊഴിഞ്ഞു പോകുന്നുണ്ട്, സ്കാൽപ്പ് വിസിബിൾ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റേണലി ഉള്ള പ്രോബ്ലം ആവാം. നിങ്ങൾക്ക് ഡെഫിഷ്യൻസീസ് ആവാം, വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, അയൺ, കാൽഷ്യം പോലുള്ള ഡെഫിഷ്യൻസീസ് ആവാം, അല്ലെങ്കിൽ തൈറോയ്ഡ് ഇംബാലൻസ് കൊണ്ടാവാം. സോ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്.